അങ്ങനെ ഇതാ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 3 മണിയോട് കൂടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കൊല്ലത്താണ്. രണ്ടുപേരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു ട്രിപ്പായിരുന്നു ഇങ്ങോട്ടേക്ക്, പോണ്ടിച്ചേരിയിലേക്ക്. ചേട്ടൻ്റെ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി പോവുകയാണ്. എങ്കിൽ പിന്നെ ഞങ്ങളും വരട്ടെ എന്ന് വെച്ച് ഞങ്ങളും പെട്ടി ബാഗ് എടുത്ത് തയ്യാറായി. വീട്ടിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഇനി എവിടെയാണെങ്കിലും ഇവന്മാർക്ക് റെസ്റ്റേ ഇല്ല. കാരണം നമുക്ക് സീറ്റൊക്കെ കുറേ അവൈലബിൾ ആയിരുന്നു. ആരും അങ്ങനെ, അത് രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇവന്മാരിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മേളിൽ കയറുക ഇറങ്ങുക ഇതൊക്കെയായിരുന്നു പരിപാടി. പിന്നീട് ഏകദേശം മധുര നമ്മുടെ ആ ഇടയ്ക്ക് ആയെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തെക്കാട്ടി എത്ര നല്ല മനോഹരമാണെന്നറിയാമോ. കാരണം നല്ല തെങ്ങും തോപ്പുകളും വയലുകളും നമുക്ക് കേരളമാണോ എന്ന് തോന്നിപ്പോകും. ആക്ച്വലി ഇപ്പം നമുക്ക് ഇവിടെയെങ്ങും നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളൂ. ചേട്ടനൊക്കെ കുറേ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഭയങ്കര ചുരുക്കമാണ്. എൻ്റെ യാത്രയൊക്കെ വളരെ ചുരുക്കമാണ്. എനിക്ക് ലൈഫിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടേ പോയിട്ടുള്ളൂ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനി കൂടുതലായിട്ട് നമ്മൾ ട്രെയിൻ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല. 2 പേര് നല്ല കുരുത്തക്കേടായതുകൊണ്ട് 2നെ പിടിച്ച് മേളിലിരുത്തി. അങ്ങനെ നമ്മൾ ആ പോണ്ടിച്ചേരിയിലെത്തി. നമ്മൾ റൂമൊക്കെ എടുത്ത് ഏകദേശം ഒരു 7:30 കൂടിയാണ് ഞങ്ങൾ റൂമിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും അവിടെ നിന്നൊരു 1.5 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. കൂടുതലും നമ്മൾ ബസ്സിലും ഓട്ടോയിലൊക്കെ ആയിരുന്നു നമ്മുടെ യാത്ര. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. എന്നെയൊക്കെ കണ്ടാൽ അറിയത്തില്ല, നല്ലൊരു ഒട്ടത്തി ലുക്കുണ്ട്. കാരണം നല്ല ടയേർഡായി. കാരണം ബസ്സിലെ യാത്ര കുറച്ച് റഷായിരുന്നു. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ദിവസം നമ്മൾ പോയ കാര്യങ്ങളൊക്കെയാണ്. പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ ആരും മിസ്സാക്കാതെ പോകുന്നൊരു സ്ഥലമാണ് ഈ ഫ്രഞ്ച് കോളനി. എനിക്ക് തോന്നുന്നു ഒരുപാട് തമിഴ് സിനിമകളിലൊക്കെ, നമ്മുടെ അയൺ മൂവിയിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകാം. ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട്. ഫ്രഞ്ച് കോളനിയും പിന്നെ വൈറ്റ് ടോപ്പ് ടൗണും ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ എല്ലാം ഈ വോൾസ് എല്ലാം നല്ല രീതിയിൽ അവർ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ് കാണാൻ, ഭയങ്കര നീറ്റായിട്ട് കാണുന്ന ഒരു പ്ലേസാണ്. ഈ സിറ്റിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ നീറ്റ്നെസ്സാണ്. അതേപോലെ തന്നെ എല്ലാ വാൾസും നല്ല രീതിയിൽ പിക്ചേഴ്സൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് അവിടുത്തെ ലൈറ്റ് ഹൗസാണ്. ഓൾഡ് ലൈറ്റ് ഹൗസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് ബീച്ചാണ്. അവിടെ തന്നെ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു വലിയൊരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ബീച്ച് സൈഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര റഷോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞങ്ങൾ പിന്നെ കുട്ടികളെ കൊണ്ടൊന്നും വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല. നമ്മൾ പിന്നെ അവിടെ കുറേ ഇരിക്കാനായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നു. ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പം കുറച്ച് വെയിലുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ക്യാമറയിലേക്ക്. എനിവേ അവർ എൻജോയ് ചെയ്ത് മാക്സിമം അവർ പറഞ്ഞ് നമുക്ക് ബീച്ചിലൊക്കെ ഇറങ്ങാമെന്ന്. പക്ഷേ ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് വേണ്ട ഇറങ്ങണ്ട, ഇത് കഴിഞ്ഞ് അവിടെ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നീട് എന്നെ അവിടെ ഇരിക്കുന്നില്ല, നമുക്ക് പാർക്കിൽ പോകാമെന്നായി.
ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ മരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമാണ് നമുക്കത് കാണാനായിട്ട്. ഇതെന്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മരമാണെന്ന് വെച്ചാൽ ആ കാ കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു മരത്തിൻ്റെ പോലെ തോന്നി. ഞാൻ ആക്ച്വലി അവിടെ നിന്നത് ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാനാണ്. പക്ഷേ അവന്മാർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. ദേവയ്ക്കാണെങ്കിൽ ആ മരത്തിൻ്റെ മണ്ടയിൽ കയറണമെന്ന് പറഞ്ഞു. പിന്നെ അവനെ പൊക്കി പിടിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നും പിന്നെ അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് എവിടെ പോയാലും ഷോപ്പിംഗ് മസ്റ്റാണല്ലോ. അപ്പം നമ്മൾ കുറേ നടന്ന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ഷോപ്പിങ്ങിന് പറ്റിയ കുറച്ച് ഏരിയ കണ്ട്. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഷോപ്സാണ് കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വോൾസിലൊക്കെ ഹാങ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ആക്ച്വലി നല്ല പ്രൈസായിരുന്നു. ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗ്സിനൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 4000 എബോ ഒക്കെയാണ്. അതിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും, അതിൻ്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കും ഇത്രയും പ്രൈസ് ഹൈ ആയിട്ടുള്ളത്. ഇനി ഇവന്മാരുടെ ഊഴമാണ് കേട്ടോ. കുറേ നേരം കൊണ്ട് നമ്മളെ എങ്ങനെ ഫോഴ്സ് ചെയ്യാണ് പാർക്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ഇനി രണ്ടുപേരും ഇത് പാർക്കിലായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും തകർത്ത് അങ്ങ് കളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അങ്ങനെ ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്കും വൈകുന്നേരം സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് തിരിച്ചത്. സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അടുത്ത ദിവസം നമ്മൾ യാത്ര പോകുന്ന ഓർവില്ല എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. നമ്മുടെ യാത്ര ആദ്യം പറഞ്ഞതുപോലെ ബസ്സിലും അതേപോലെ ഓട്ടോയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുന്നത്. ആക്ച്വലി പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് അവിടെ നമുക്ക് റെൻറ്റിന് സ്കൂട്ടിയൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് ദിവസമൊന്നും അവിടെ സ്റ്റേ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ യാത്ര കൂടുതലും ബസ്സിലും ഓട്ടോയിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിത് ഓർവില്ല എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് വീണ്ടും പിന്നീട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നത്. ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ്. നല്ല രണ്ട് സൈഡിലും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇതായിരുന്നു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉച്ച സമയമായിരുന്നു, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് വലിയ ചൂട് നമുക്കറിയില്ല, കാരണം കുറേ മരങ്ങളൊക്കെ രണ്ട് സൈഡിലും കുറേ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്
നമുക്ക് ചൂടൊന്നും വലുതായിട്ട് അറിയത്തില്ല. എന്നാലും നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ ആകുമ്പോൾ അവർ കുറേ ദൂരം നടന്ന് അവരാകെ ക്ഷീണിച്ചായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവന്മാരെ എൻജോയ് ചെയ്ത് അവരെങ്ങനെ ഫുൾ നടന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ചെറിയൊരു മ്യൂസിയം പോലെ എന്താണ് ഓർവില്ല അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഔറോബില്ല എന്ന് പറയുന്നൊരു അന്താരാഷ്ട്ര നഗരമാണ്. നമ്മൾ അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ പോണ്ടിച്ചേരിയിൽ തന്നെ അരബിന്ദോ ഘോഷിൻ്റെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയിരുന്നു. പക്ഷെ അവിടെ മൊബൈൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമ്മളെ ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തിരുന്നു. അപ്പം ആ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണിത് കേട്ടോ. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയ വികസനം അല്ലെങ്കിൽ യൂണിറ്റി, ഇവയൊക്കെയാണ് ഈ ഒരു ഔറോവില്ലയുടെ പ്രധാന ലക്ഷ്യം. അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഇതാണ്. പിന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്, ആ ഒരു ടൗണിൻ്റെ മിനിയേച്ചർ ഫോമാണ് അവരിവിടെ നമ്മൾ തടിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ചെറിയ ഒരു മ്യൂസിയം അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ എൻട്രൻസ് നമ്മൾ ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെ വിമാനം നിർത്തി കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇനിയും ആ ഒരു ഔറോവില്ല ആ പ്ലേസിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ഗോൾഡൻ കളർ ഒരു റൗണ്ട് ഷേപ്പിൽ സംഭവമുണ്ട് കാണാനായിട്ട്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ വീണ്ടും അവിടുന്ന് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ പറ്റും. ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രയും ദൂരം നടക്കണമായിരുന്നു. പിന്നെ ഇത് ഏകദേശം 400 വർഷം പഴക്കമുള്ള മരങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇത് ആലാണ് കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ വേരിൽ നിന്ന് തന്നെ ഇങ്ങനെ കുറേ അധികം ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വീണ്ടും മരമായി മാറിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ, എനിക്ക് തോന്നിയത് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ്. ഇതാണ് ആക്ച്വലി ഔറോവില്ല എന്ന് പറയുന്നത്. എൻ്റെ സെൻട്രൽ പാർട്ടിലായിട്ട് ഒരു സ്വർണ്ണ ബിന്ദു ഒരു കെട്ടിടം അതുണ്ട്. ആക്ച്വലി ഇത് ധ്യാനത്തിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ അവിടെ ഒന്നും എൻട്രി ഇല്ലായിരുന്നു. നമ്മൾ ദൂരെ നിന്ന് മാത്രമാണ് ഇത് കണ്ടത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ പണികളൊക്കെ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് റെനോവേഷൻ നടക്കുമായിരിക്കും. പിന്നെ നമ്മളിത് ഇവിടെ വന്ന് എങ്ങനെ ചുമ്മാ റെസ്റ്റ് എടുത്തിരിക്കാം. കുറേ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ പ്ലേസിൽ ഒരു വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു, നമ്മളാകെ ടയർഡായി. പിന്നെ നമ്മൾ വന്ന് കണ്ടത് ഈ ഒരു ആ ഗോൾഡൻ കളറിലുള്ള ഒരു കെട്ടിടം മാത്രമാണ്. അത് നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി പോലും ഇല്ലായിരുന്നു. ഓറോവില്ലയിൽ നിന്ന് പിന്നീട് നമ്മൾ പോയത് ഒരു ഷോപ്പിങ്ങിന് തന്നെയാണ്. സ്കൂളൊക്കെ തുറക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ചെന്നൈ സിൽക്സിലാണ് പോയത്. കുട്ടികൾക്കായിട്ട് ചില ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 പേരും പിന്നെ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. അവന് ഫയർ ഫൈറ്റിങ് അങ്ങനെ എന്തോ സംഭവങ്ങളും, ദേവയ്ക്കും ബൈക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കോയിൻ ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ കോയിൻ ഇൻസേർട്ട് ചെയ്ത് അവർ പിന്നെ കുറേ നേരം അങ്ങനെ കളിയേക്കാണ്. കുറേ നേരം നടന്ന് 2 പേരും ടയേർഡ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് കളിയായിരുന്നു 2 പേരും. കുട്ടികളങ്ങനെ അവരുടെ കളിയിലായിട്ട് മുഴുകിയപ്പോൾ ഞാൻ പിന്നെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. നമ്മൾ ചുമ്മാ കുറേ കുർത്തീസും കാര്യങ്ങളൊക്കെ നോക്കി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയാണ് കുറച്ച് കുർത്തീസിനൊക്കെ കുറച്ച് അഫോർഡബിൾ പ്രൈസ് ഇവിടെ തന്നെയായിരുന്നു, നമ്മുടെ നാട്ടിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ സാരിക്ക് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഏരിയ ഫുള്ളും സാരി കളക്ഷൻ ആയിരുന്നു. കുറേ നല്ല കോട്ടൺ സാരീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി കുർത്തീസ് നോക്കിയെങ്കിലും കുർത്തീസൊന്നും ഞാൻ എടുത്തില്ല. കാരണം പേഴ്സണലി എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് 2-3 സാരീസ് മാത്രമാണ് എടുത്തത്. അങ്ങനെ കുട്ടി ഒരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളും ഒക്കെയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.